എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. മമ്മിയുടെ വന്നിട്ട് കുറേ ദിവസമായില്ലേ. മമ്മീനെ ദുബായൊക്കെ കൊണ്ടുവന്ന് കാണിക്കാമെന്ന് വെച്ചു. കഴിഞ്ഞ ദിവസം വലിയ പെരുന്നാളിൻ്റെ അവധിയൊക്കെ ആയിരുന്നു കേട്ടോ. അന്നേരം ഇങ്ങനെ മമ്മിയെ കൊണ്ടുവന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ദുബായ് മാർക്കറ്റ്. ദുബായിൽ ഫിഷ് മാർക്കറ്റ് ആണെങ്കിലും വെജിറ്റബിൾ മാർക്കറ്റ് ഒക്കെ ഒന്ന് കാണേണ്ട സംഭവം തന്നെയാണ്. എന്നാൽ അങ്ങോട്ട് മമ്മിയെ കൊണ്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോകുന്ന യാത്രയിൽ എടുത്ത വീഡിയോ ആണ്. അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. ഞങ്ങൾ ഫിഷ് മാർക്കറ്റിലോട്ടാണ് ആദ്യം പോകുന്നത്. പക്ഷേ മീനൊന്നും ഞങ്ങൾ മേടിക്കുന്നില്ല കേട്ടോ. കാരണം ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ വേറെ കുറച്ച് സ്ഥലത്തോട്ടൊക്കെ പോകുന്നുണ്ട്. അന്നേരം മീൻ മേടിച്ച് ഭയങ്കര ചൂടല്ലേ, മീനൊക്കെ അങ്ങ് ചീത്തയായി പോകും. അതുകൊണ്ട് മീനൊന്നും ഞാൻ മേടിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ ഫിഷ് മാർക്കറ്റിൻ്റെ പാർക്കിങ്ങിലോട്ട് കയറുക കേട്ടോ. ഇവിടുത്തെ പാർക്കിംഗ് ഒത്തിരി വലിയ പാർക്കിംഗാണ് കേട്ടോ. ഈ താഴെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ഓരോ വണ്ടി ഇടാനുള്ള നമ്പറാണ് കാർ പാർക്കിങ്ങിന്. ഞങ്ങൾക്ക് 693 തോന്നും പാർക്കിംഗ് കിട്ടിയിരുന്നത്. ഇത് നമ്മൾ ഫിഷ് മാർക്കറ്റിലോട്ട് കയറുന്ന എൻട്രൻസ് ആണ്. കണ്ടു കഴിഞ്ഞാൽ ഫിഷ് മാർക്കറ്റ് ആണെന്ന് നമ്മൾ പറയത്തേ ഇല്ല കേട്ടോ. ഏതോ വലിയൊരു മോളിൽ പോയൊരു അനുഭവമാണിത്. ഞാൻ ഷാർജ മാർക്കറ്റിൽ പോയപ്പോൾ പറഞ്ഞിരുന്നു മീനിൻ്റെ സ്മെല്ലോ അങ്ങനെയുള്ളതൊന്നുമില്ല. ഇവിടെ ആണെങ്കിൽ എപ്പോഴും എല്ലായിടും അത്തറിൻ്റെയൊക്കെ ഒരു സ്മെല്ലായിരിക്കും. പിന്നെ ഈ ദുബായ് മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഷോപ്പുകൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. പല തരത്തിലുള്ള, ഇപ്പോൾ തുണികൾക്കാണെങ്കിലും ചെരുപ്പുകൾക്കാണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും അങ്ങനെ എല്ലാ ടൈപ്പ് സാധനങ്ങൾക്കുള്ള ഷോപ്പുകൾ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഈ കാണുന്നൊരു സൂപ്പർ മാർക്കറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ, തുണികളാണ് ഇഷ്ടംപോലെ തുണികൾ വിൽക്കാൻ കിട്ടും. അതുപോലെ ഷൂസുകൾ, ചെരുപ്പുകൾ, ആഭരണങ്ങൾ എല്ലാം തന്നെ കിട്ടും. ഇതാണ് അത്രാണ് കേട്ടോ. മമ്മിക്ക് ഈ മാർക്കറ്റിൽ വന്നപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി. കാരണം മമ്മിക്ക് മീനുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ മമ്മിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇവിടെ പല തരത്തിലുള്ള പാത്രങ്ങളുണ്ട്. എനിക്കാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ പാത്രങ്ങളൊക്കെ. ഈ ഏറ്റവും താഴെ ഇരിക്കുന്നത് കണ്ടില്ലയോ, കല്ലും കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രമാണ്. ഞാനത് തുറന്നു നോക്കി കേട്ടോ. എന്നാണ്ടോ ഇതുപോലാണ്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ട് അടച്ചു വെക്കാവുന്ന കല്ലും കൊണ്ടുണ്ടാക്കിയതാണ്. ഇതാണ് ഗ്രാനൈറ്റിൻ്റെ ചപ്പാത്തി പലകയാണ്. അതുപോലെ പലതരം ചട്ടികൾ, കാര്യങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. ഇതെനിക്കത് കൂജ പോലെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് അതിൽ പൈപ്പും ഉണ്ട്, നമുക്കങ്ങനെ എടുക്കാവുന്ന ആ ടൈപ്പ് പാത്രമാണ്. ഗ്ലാസ്സുകളൊക്കെ കണ്ടില്ലയോ, നല്ല രസമുണ്ട് കാണാൻ. എനിക്കൊരുപാട് ഇഷ്ടമായി. മോന് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. ഇളയ മോന് വീഡിയോ ഇങ്ങനെ എടുക്കാനും കാണിക്കാനൊക്കെ. മോനാണ് ഇങ്ങനെ എല്ലാം ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അവനെ. നമ്മളിപ്പോൾ ഫിഷ് മാർക്കറ്റിലോട്ട് കയറുകയാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഒത്തിരി കൊഞ്ചുകളെ, അതുപോലെ ഞണ്ട്, വലിയ ടൈഗർ പ്രോൺസ് പോലുള്ളേ ഇതുപോലത്തെ
കൊഞ്ചുകളുണ്ട്, അതുപോലെ ഞണ്ടുകൾ. ചിലപ്പോൾ ഞണ്ടുകൾക്കൊക്കെ ജീവൻ കാണും കേട്ടോ, കാലൊക്കെ കെട്ടിവെക്കും. ഒരു ഞണ്ടിനെ കണ്ടില്ലേ, എന്ത് വലിപ്പമുള്ള ഞണ്ടാ. ഇത് കണ്ടില്ലേ, ഇത് കക്കയാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ പാറക്കഷ്ണം എടുത്ത് വെച്ചേക്കുന്നത് അന്നേ തോന്നും, അതൊന്ന് കെട്ടി വെച്ചേക്കുന്ന പോലെ. ഇത് ശരിക്കും കക്കയാണേ. ഇത് നെയ്മീനാണ്. നെയ്മീനും ഉണ്ട്, മോതയുണ്ട്. നല്ല ഫ്രഷ് നെയ്മീനായിരുന്നു. ഞാൻ പിന്നെ എല്ലാ മീനിൻ്റെയൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, മീൻ മേടിക്കുന്നില്ല. കുറച്ച് മീനുകളുടെ മാത്രമേ വീഡിയോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഇത് കർത്താവോലിയ. അതിലെനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഇവിടെ ജീവനോട് ഞണ്ടുകളും കുഞ്ചുകളും ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അക്വേറിയം പോലെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് അവിടെ ഇതുപോലെ ഞണ്ടുകളെയും കുഞ്ചുകളെയും കൊണ്ടുവച്ച്. ഞണ്ടിൻ്റെ വലിപ്പം കണ്ടില്ലയോ, ഭയങ്കര വലിപ്പമാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ പേടി വരും. നമുക്ക് വേണമെങ്കിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഇതിനെ പിടിച്ച് നമുക്ക് തരും. ഇത് കൊന്നു തരുമോ അതോ വീട്ടിൽ ചെന്ന് നമ്മൾ പിന്നെ കൊല്ലണോ എന്നൊന്നും എനിക്കറിയത്തില്ല. കൊഞ്ചിനെ കണ്ടോ, എന്ത് വലിയ കൊഞ്ചാ. അതുപോലെ തന്നെ അലങ്കാര മത്സ്യങ്ങൾ ഇവിടെയുണ്ട്. കൂടുതലും ഗോൾഡ് ഫിഷാണ്. അത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കതും പാക്ക് ചെയ്ത് തരുന്നതാണ്. ഏറ്റവും കൂടുതൽ നമുക്കിത് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ കൊഞ്ചിനെ ഞണ്ടിനെ കേട്ടോ. അത്രയും വലിപ്പത്തിലുള്ള കൊഞ്ചും ഞണ്ടും ജീവനോടെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര കേട്ടോ. എൻ്റെ ഗ്ലാസിൻ്റെ മുൾഭാഗത്തൊന്നും അടപ്പുകൊണ്ട് അടച്ചിട്ടൊന്നുമില്ല, അത് തുറന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് പോയിട്ട് വലിയ ഞണ്ടിനെ കണ്ടപ്പോൾ അതിനെ കൈയിട്ട് ഇങ്ങ് നോക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു, കൈ വിടല്ലേ, കാരണം അത് ഞെറുക്കി എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്ത് വലിയ ഞണ്ട എന്നുള്ളത്. കാരണം ആ ഞണ്ടിനെ കണ്ടാൽ നമുക്കൂടെ പേടി വരും. അത് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ എൻ്റെ കാലും കൈയൊക്കെ ഇങ്ങനെ മേളിൽ കൂടെ ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞെറുക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയില്ല. കണ്ടില്ലേ എൻ്റെ വലിപ്പം. ഞങ്ങളങ്ങനെ ഫിഷ് മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി. ഇത് ഉണക്കമീനൊക്കെ വിൽക്കുന്ന ഒരു സെഷനാണ്. ഞങ്ങളങ്ങോട്ട് കയറിയില്ല, കാരണം പല ആൾക്കാർ നമ്മൾ കയറുമ്പോൾ അവർ ചോദിക്കും എന്തെങ്കിലും മേടിക്കാൻ പറയാം. അതുകൊണ്ട് ഞങ്ങളങ്ങോട്ട് കയറിയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഈ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെയാണ് കടലാണ്. അപ്പോൾ നമുക്ക് ഈ കടലിൻ്റെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഫിഷ് ഗ്രില്ല് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് വൈകിട്ട് സമയങ്ങളിലൊക്കെ അവിടെ ചെല്ലുവാണെങ്കിൽ ഫിഷ് ഗ്രില്ല് ചെയ്തൊക്കെ മേടിച്ച് അവിടെ കസേരകളൊക്കെ ഇട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഈ കടലിലെ കാറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ല രസമാണ് അവിടെ നിൽക്കാനായിട്ട്. ഇപ്പോൾ ചൂടായതുകൊണ്ട് രാവിലെ ഒന്നും നമുക്ക് അവിടെ പോയി നിൽക്കാനേ പറ്റില്ല കേട്ടോ, കാരണം അത്രയ്ക്കും ചൂടാണ്. ദൂരേന്നൊരു ഫെറി വരുന്ന കണ്ടോ. ഇത് നാട്ടിലെ വാട്ടർ മെട്രോ ഉണ്ടല്ലോ, അതുപോലെയാണ് ഫെറി എന്ന് പറയുന്നത്. നമുക്ക് ഷാർജയിൽ നിന്ന് ദുബായിലോട്ടൊക്കെ അത് യാത്ര ചെയ്യാൻ പറ്റും. നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ. പ്ലെയിനിൻ്റെയൊക്കെ അകത്ത് കയറുന്ന പോലെ നല്ല രസമാണ് എൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ. ദൂരെ നിന്നുള്ള ഫെറി അടുത്തടുത്ത് വന്ന് അപ്പോഴത്തേക്ക് ആ ഒരു പാലം പോലെ അവിടെ കെട്ടിയിരുന്ന കാണിച്ചില്ലേ, അതൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് കുലുങ്ങാൻ തുടങ്ങി. കാരണം വെള്ളം അങ്ങ് അനങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ കുലുങ്ങുന്ന പോലെ നമുക്കങ്ങ് ഫീൽ ചെയ്യും. ഞങ്ങളിനി വെജിറ്റബിൾ മാർക്കറ്റിലോട്ട് പോവുകയാണ്.
വെജിറ്റബിൾസും ഫ്രൂട്ട്സ് എല്ലാം അവിടെ ഉണ്ട്. വീഡിയോ എടുക്കുന്ന ഒത്തിരി ബുദ്ധിമുട്ടിയാണ് കേട്ടോ, കാരണം വീഡിയോ എടുക്കാൻ അവിടെ സമ്മതിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. അതുമല്ല, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു, എനിക്കിങ്ങനെ ക്യാമറയൊക്കെ പിടിച്ച് മൊബൈലൊക്കെ ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചമ്മൽ തന്നെയാണ്. നമുക്കങ്ങനൊരു ശീലമില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് എനിക്കിവിടെയുള്ള ഈ ചട്ടികളും പാത്രങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടംപോലെ ഇതുപോലത്തെ പാത്രങ്ങൾ ഇവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കാണാൻ നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, കുക്കർ പോലെ ഒരു പാത്രമാണ്, പക്ഷെ നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇതെന്താണ് യൂസ് എന്ന് എനിക്കറിയില്ല. മോനത് പിടിച്ച് തുറക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ തുറക്കാനൊന്നും അത് പറ്റുന്നില്ലായിരുന്നു. ഞങ്ങളങ്ങനെ വെജിറ്റബിൾ മാർക്കറ്റിലോട്ട് കയറുകയാണ്. ഇവിടെയൊക്കെ കിട്ടുന്ന വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള സംഭവമായിരിക്കും. നമുക്ക് ധൈര്യത്തോടെ അത് മേടിച്ച് ഉപയോഗിക്കാനും പറ്റും. പ്രത്യേകിച്ചും ഇലവർഗ്ഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് ആയിരിക്കും. ഇവിടെ ചക്ക ഇരിക്കുന്നത് കണ്ടോ, 2-3 ഇടത്ത് ഇതുപോലെ ചക്ക വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മുഴുവൻ ചക്കയായിട്ട്. അതിന് എത്ര രൂപ വിലയെന്ന് ഞങ്ങൾ ചോദിച്ചില്ല, ഞങ്ങളത് മേടിച്ചതുമില്ല. ഈ കാണുന്ന സംഭവം കണ്ടോ, ചെറുപയർ മുളപ്പിച്ചതാണ് കേട്ടോ. ആ മുളപ്പിച്ചതാണ് ഇരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈന്തപ്പഴമൊക്കെ നല്ല പഴുത്ത് വരുന്ന സമയമാണ്. കണ്ട് ഈന്തപ്പഴമൊക്കെ നല്ല പഴുത്തത് അങ്ങനെ വിൽക്കാൻ വെച്ചൊക്കെയാണ്. പല ടൈപ്പ് ഈന്തപ്പഴമുണ്ട്. ഈ രീതിയിൽ പഴുത്തതൊന്നും കറ ചോദിക്കത്തില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഈ ഒരു ഷോപ്പിൽ നിന്ന് ഞങ്ങൾ മുട്ടകൾ മേടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മുട്ട നോക്കിയപ്പോൾ ഒത്തിരി വലിയ സൈസ് മുട്ടയാണ്. ഈ മുട്ട ചോദിച്ചപ്പോൾ ഗിരിരാജൻ കോഴിയുടെ മുട്ടയാണെന്നാണ് പറഞ്ഞത്. ഈ വലിപ്പം വരാൻ കാരണം അതിൽ 2 യെല്ലോ ഉണ്ട്, ഉണ്ണിയുണ്ടല്ലോ, ആ 2 യെല്ലോ ഉണ്ണി ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് വലിയ മുട്ട എന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് 1 ദിറംസേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോൾ 1 ദിറംസേ ഉള്ളത്. ഇത് നമ്മുടെ നാടൻ കോഴിമുട്ടയാണ്, അതിനും 1 ദിറംസേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ തേനാന്ന് പറഞ്ഞിങ്ങനെ കുലുക്കി നോക്കുക, പക്ഷേ ഭയങ്കര വെള്ളം പോലെ ഇങ്ങനെ കുലുക്കുന്നു. അന്നേരം അത് പറഞ്ഞ് ഏതോ മീനിൻ്റെ സോസാണെന്ന്. ഇത് തേനാ കേട്ടോ. അതുപോലെ കാടമുട്ടയുണ്ട്, മാങ്ങയൊക്കെ ഉണ്ട്, ഉപ്പിലിട്ട് വെള്ളത്തിൽ ഉപ്പിട്ട് വെക്കത്തില്ലേ, അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ മുട്ട തരുമ്പോൾ അവരിങ്ങനെ ടോർച്ച് അടിച്ച് നോക്കും, ചീത്തയായ മുട്ടയാണോ നല്ല മുട്ടയാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ചീത്തയായ മുട്ട ഇങ്ങനെ എടുത്ത് മാറ്റും, നല്ല മുട്ട മാത്രമേ നമുക്ക് തരത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗിരിരാജൻ കോഴിയുടെ മുട്ടയ്ക്കും നാടൻ കോഴിമുട്ടയ്ക്കും 1 ദിറംസേ ഇവിടെ ഉള്ളൂ. അതുപോലെ താറാമുട്ടയ്ക്കാണ് 2 ദിറംസ. പക്ഷേ നാടൻ കോഴിമുട്ടയുടെ അത്രേ വലിപ്പമേ ഉള്ളൂ താറാമുട്ട, ഒത്തിരി വലിപ്പമില്ല. എന്നാൽ നമുക്ക് ലാഭമാണ്. ദുബായിലൊക്കെ താമസിക്കുന്നവർ ഇങ്ങനെ മേടിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ പോയി മേടിക്കുന്നത് ഒത്തിരി നല്ലതാണ്. കാരണം നാടൻ കോഴിമുട്ടയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലതാണല്ലോ. അതുപോലെ നമുക്ക് നല്ല നെയ്യ് കിട്ടും, അതുപോലെ വെളിച്ചെണ്ണ, അങ്ങനെ നാടൻ തൈര് എല്ലാം കിട്ടും.
ഇതിവിടെ അത്തർ കൊടുക്കുന്ന സ്ഥലമാണ്. നമ്മളിങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് അവർ നമ്മുടെ കയ്യിൽ ഇങ്ങനെ അത്തറിൻ്റെ ഇത് അങ്ങ് തേച്ച് തരും. അതുകൊണ്ട് അതിൻ്റെ മണപ്പിച്ച് നോക്കിയിട്ട് നമുക്ക് ഏത് ഫ്ലേവർ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നമ്മളത് അവർ മേടിക്കാൻ പറയും. അപ്പോൾ ഇങ്ങനെ മമ്മിയുടെയും എല്ലാവരുടെ കയ്യിലും അവരിങ്ങനെ തേച്ച് കൊടുക്കും. എന്നിട്ട് അത് മണപ്പിച്ച് നോക്കാൻ പറയും. അപ്പോൾ ആ മണം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളോട് മേടിക്കാൻ പറയും. ചെറിയൊരു കുപ്പിയിലാണെങ്കിൽ 10 ദിർഹംസാണ്, ഇച്ചിരി വലിയ കുപ്പിയിലാണ് 30 ദിർഹംസാണ്. ലാഭം തന്നെയാണ്. അവർ എൻ്റെ കയ്യിൽ 2 ഫ്ലേവർ അത് തേച്ചിങ്ങനെ നോക്കി അതിലിപ്പം ഏത് മണമാണെന്ന് വെച്ചാൽ മണം നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു കുപ്പി 10 ദിർഹംസിന് ഒരെണ്ണം മേടിച്ചു. അതുകൊണ്ട് ഇത്രയും ചെറിയ കുപ്പിയിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. 10 ദിർഹംസിന് ഇത്രയും ചെറിയ കുപ്പിയാണ്. അങ്ങനെ മാർക്കറ്റിലെല്ലാം കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പുറത്തിറങ്ങിയാണ്. മമ്മിക്ക് എസ്കലേറ്ററിൽ കയറാനൊക്കെ പഠിച്ചു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതാണെങ്കിൽ ഫ്ലാറ്റായിട്ട് കിടക്കുന്ന എസ്കലേറ്ററാണ്, സ്റ്റെപ്പിലാണെങ്കിലും മമ്മി കയറും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ സാരി കൊടുത്തുകൊണ്ട് മമ്മിക്ക് കയറാൻ ഒരു ബുദ്ധിമുട്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങളിനി പുറത്തിറങ്ങിയതാണ്. അപ്പോഴത്തേക്ക് സൂര്യനൊക്കെ അസ്തമിക്കാൻ തുടങ്ങി. നിങ്ങൾ ഞാൻ ഷിപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കണ്ട ഷിപ്പ് കിടക്കുന്ന കണ്ടില്ലയോ, നല്ല ഭംഗി ഇത് കാണാനേ. അടുത്ത് ഞങ്ങൾ പോയത് ദുബായിലെ ഹെറിറ്റേജ് വില്ലേജിലോട്ടാണ്. പഴയ കാലത്ത് ഇവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, പാത്രങ്ങൾ, അതുപോലെ ആഭരണങ്ങൾ, അങ്ങനെ അവരുടെ വീടുകൾ പഴയ രീതിയിൽ എങ്ങനെയായിരുന്നു ആ രീതിയിൽ കാണിച്ചു തരുന്നതാണ് ഹെറിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി അതൊക്കെ ഒന്ന് കാണാം, മമ്മീനെയൊക്കെ ഒന്ന് കാണിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി. പണ്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബോട്ടായിരിക്കാം ഇത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഇവിടെയൊക്കെ പോകാനും കാണാനൊക്കെ നല്ല രസമാണ്. ഞങ്ങൾ വൈകിയ സമയത്ത് പോയത് കൊണ്ട് വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ, നല്ല സുഖമായിരുന്നു. അവിടെ ഇവർ എഴുതിയിട്ടുണ്ട് ട്രഡീഷണൽ ജ്വല്ലറി അവർ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അവർ പണ്ട് ഉപയോഗിച്ച ജ്വല്ലറി ആയാലും വണ്ടി അവരുപയോഗിച്ചത് അതെല്ലാം നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നേരെ ഇറങ്ങുന്ന കടലിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ്. അവിടെ പോയി നിൽക്കാൻ നല്ല രസമാണ്. കടലിൽ നല്ല കാറ്റും കടലിലെ കാഴ്ചകളും ഒക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇവിടെ ഇങ്ങനെ നിൽക്കാൻ നല്ല രസം തന്നെയാണ്. ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇങ്ങനെ നിന്നു. ഈ വരുന്ന ബോട്ടുണ്ടല്ലോ, പൈസ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്ന് 2 മണിക്കൂറാണെന്ന് തോന്നുന്നു. ദുബായിലൊക്കെ ഇങ്ങനെ അത് നമ്മളെ കറക്കും. അതിൻ്റെ അകത്ത് തന്നെ ഫുഡ് ഉണ്ട്, അതുപോലെ ഡാൻസ്, അങ്ങനെ പരിപാടികൾ, അങ്ങനെ എല്ലാം ഉണ്ട്. നല്ല ഭംഗിയാണെന്നാണ് പറയുന്നത്. ഞാൻ കയറിയിട്ടില്ല ഇതുവരെ. ഇതുപോലെ അലങ്കരിച്ച ബോട്ടിനെ കാണാൻ നല്ല ഭംഗിയല്ലേ. അതുപോലെ ഇവിടെ 2 കാർ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഷെയ്ഖുമാർ ഉപയോഗിച്ചിട്ടുണ്ടിരുന്ന കാറാണെന്നാണ് പറയുന്നത്. ഒന്ന് ബെൻസിൻ്റെയാണ്, ഒന്ന് ഈ ഒരു കാറും ഉണ്ട്. ഈ 2 വണ്ടികൾ പഴയ കാലത്തെയാണ്. അങ്ങനെ ഹെറിറ്റേജിലെയും കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിനി വീട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.